ഗതാഗത മന്ത്രി CP ജോണിന്റെ പരാമർശമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു, എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുന്നു. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കാം. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, അതൊരു സ്വകാര്യ ബസ്സുമായി ബന്ധപ്പെട്ട സംഘടനയാണ്. അവരുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ ഈ പ്രതികരണം ഉണ്ടായി. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമുക്കിപ്പം ഉണ്ട്, മാഹിയിൽ നിന്നാണ് ആ പ്രേക്ഷകൻ. കേൾക്കാമോ? ഹലോ, അതെ കേൾക്കാം. എന്താണ് പ്രതികരണം? അതായത് സ്ത്രീകളെ ബോധവൽക്കരിക്കാനായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലപ്പോഴും ഞങ്ങൾക്ക് KSRTC യാത്ര ചെയ്യുന്നു, ടൗൺ ടു ടൗൺ സർവീസുകൾ. അപ്പോൾ ഇന്ന് പ്രിയദർശിനി സൗജന്യ യാത്രയായാലും പണ്ട് ഒരാൾ പോലും ഇല്ലാത്തിരുന്ന ബസ്സുകളിൽ ഇന്നും മുഴുവൻ സീറ്റുകളിലും സ്ത്രീകൾ കയ്യേറി കഴിഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അധിക്ഷേപകരമായ പ്രസ്താവനയാണല്ലോ നടത്തുന്നത്. സ്ത്രീകൾ കയ്യേറി, എന്ത് കയ്യേറാനാണിത്? സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് ഇത്, നിങ്ങളുടെ ബസ്സാണ്, നിങ്ങളുടെ പണമാണ് എന്നല്ലേ മുഖ്യമന്ത്രി ഉദ്ഘാടന സമയത്ത് പറഞ്ഞത്? അപ്പോൾ മന്ത്രി പറഞ്ഞ പോലെ നിങ്ങളും അധിക്ഷേപ പ്രസ്താവന നടത്തുകയാണോ? സ്ത്രീകളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശം മാത്രമായിരിക്കും. ബസ്സിൽ കയറരുതെന്നാണോ? ബസ്സിൽ കയറരുതെന്നല്ല, അവരുടെ കാരണം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കുള്ള സൗകര്യം കൂടി ഒരുക്കണം എന്നുള്ളതാണ് ഇത്. കാരണം മുമ്പൊക്കെ ഞങ്ങൾക്ക് നിലപാട് വ്യക്തമാണ്. തിരികെ എത്താം മറ്റു പ്രേക്ഷകരിലേക്ക്, മറ്റു അഭിപ്രായങ്ങളിലേക്ക്.